സിനിമയിലേക്ക് എത്തിയതിനു ശേഷം ഒരുപാട് സിനിമകൾ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് നടി ലൈല. അതിനെല്ലാം കാരണം മോശം സംവിധായകരും മോശം കഥയുമാണെന്നും താൻ പൊതുവെ കഥ പൂർണ്ണമായും കേട്ടതിനു ശേഷമാണ് സിനിമ ചെയ്യാൻ തയ്യാറാവുകയുള്ളൂവെന്നും എന്നാൽ കൃത്യമായ സ്ക്രിപ്റ്റ് പോലുമില്ലാതെ പല സംവിധായകരും വലിച്ചു നീട്ടി ഫ്രെയിം ബൈ ഫ്രെയിമായി പറയുമെന്നും ആ സിനിമകളൊന്നും ചെയ്തിട്ടില്ല എന്നും ലൈല പറയുന്നു. ആ സ്ക്രിപ്റ്റുകളുടെ ഒരു കളക്ഷൻ തന്നെ തനിക്കുണ്ട്. അതൊന്നും സിനിമയായി പുറത്തു വരാത്തതാണെന്നും അത്തരം മോശം സംവിധായകരെ കുറിച്ചും മോശം സ്ക്രിപ്റ്റുകളെ കുറിച്ചും താൻ ഒരു ബുക്ക് എഴുതണമെന്ന് ആലോചിക്കുന്നുണ്ടെന്നും ലൈല പറയുന്നുണ്ട്. ഇപ്പോൾ ഏത് സംവിധായകൻ കഥ പറയാൻ വന്നാലും ഇക്കാര്യം താൻ ആദ്യം പറയും. വദന്തി വെബ് സീരീസിന്റെ സംവിധായകൻ ആൻഡ്രൂ ലൂയിസ് കഥ പറയാൻ വന്നപ്പോൾ താൻ ഈ ബുക്കിന്റെ കാര്യം പറഞ്ഞുവെന്നും മോശം സ്ക്രിപ്റ്റ് ആണെങ്കിൽ ബുക്കിൽ ആൻഡ്രൂവിന്റെ പേരും വരുമെന്ന് പറഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ 3 ദിവസം കൊണ്ടാണ് ആൻഡ്രൂ കഥ പറഞ്ഞതെന്നും ലൈല പറയുന്നു. എന്നാൽ ചില സിനിമകൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രിയദർശൻ സംവിധാനം ചെയ്ത സ്നേഹിതി എന്ന ചിത്രം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും അതിൽ വല്ലാത്ത വിഷമം ഉണ്ടായിട്ടുണ്ടെന്നും കാരണം ആ സമയത്ത് തനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നുവെന്നും തനിക്ക് പ്രിയൻ സാറിനൊപ്പം വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും ലൈല പറയുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ അത് നടന്നില്ല. അതിപ്പോഴും ഓർക്കുമ്പോൾ ദുഃഖമുണ്ടെന്നും ലൈല കൂട്ടിച്ചേർത്തു. രാക്കിളിപ്പാട്ട് എന്ന പേരിൽ മലയാളത്തിൽ റിലീസ് ചെയ്ത സിനിമയാണിത്. അതേസമയം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാവുകയാണ് നടി ലൈല. സിനിമയിലെത്തി ആദ്യ 10 വർഷക്കാലം തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം മോടി നടന്ന സിനിമകൾ ചെയ്തിരുന്ന നായികയായിരുന്നു ലൈല. മോഡലിംഗിന് ശേഷം ആഡ് ഷൂട്ട് ചെയ്യാനായിട്ട് പോയ ലൈല അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വന്നത്. കൊമേഡിയനും സംവിധായകനുമായ മഹ്മൂദ് സംവിധാനം ചെയ്ത ദുഷ്മൻ ദുനിയാക്ക എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് ലൈല സിനിമയിലെത്തുന്നത്. സംവിധായകൻ മഹ്മൂദ് വിളിച്ചപ്പോൾ ആഡ് ഷൂട്ടിന് വേണ്ടിയാണെന്നാണ് ലൈല കരുതിയത്. അവിടെ എത്തിയപ്പോൾ എത്ര ദിവസം ഷൂട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ 35 ദിവസം ആവശ്യപ്പെട്ടു. അപ്പോഴാണ് സിനിമയിലേക്കാണ് അവസരം വന്നതെന്ന് നടി തിരിച്ചറിയുന്നത്. അന്ന് 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ലൈലയ്ക്ക് സിനിമ ചെയ്യാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. സിനിമ ചെയ്യുന്നില്ലെന്നും താരം പറഞ്ഞു. എന്നാൽ അവസാനം ലൈലയ്ക്ക് ആ ചിത്രത്തിൽ അഭിനയിക്കേണ്ടി വന്നുവെന്നും സിനിമയോടുള്ള താല്പര്യക്കുറവ് മൂലം ആദ്യത്തെ 3 ആഴ്ചയോളം ലൈല ഒരുപാട് കരഞ്ഞുവെന്നും പറയുന്നു. തന്റെ പ്രകടനം കൊണ്ട് ഓരോ ഭാഷയിലും മുൻനിര നടിയായി വളരാൻ ലൈലയ്ക്ക് സാധിച്ചിരുന്നു. സാധാരണ നടിമാരെ പോലെ വിവാഹം കഴിച്ചതോടെയാണ് ലൈലയും അഭിനയ രംഗം ഉപേക്ഷിക്കുന്നത്. അങ്ങനെ 2006 മലയാളത്തിലാണ് നടി അവസാനമായി അഭിനയിക്കുന്നത്. മോഹൻലാലിനൊപ്പം അഭിനയിച്ച മഹാസമുദ്രം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ലൈല സിനിമയിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നത്. മഹാസമുദ്രത്തിന്റെ ചിത്രീകരണം നടക്കുന്ന സമയത്തായിരുന്നു തന്റെ വിവാഹമെന്ന് അഭിമുഖത്തിൽ ലൈല പറയുന്നുണ്ട്. 2006 മോഹൻലാൽ നായകനായ മഹാസമുദ്രം സിനിമ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.